വെൽക്കം ടു ട്രാവൽ മാനിയാക്. ഞങ്ങൾ ഇന്നൊരു അബുദാബി യാത്രയിലാണ്. അബുദാബിക്ക് പോകുന്നത് സാധാരണ വർക്ക് റിലേറ്റഡ് ആണ്. ഇന്ന് വർക്ക് മാത്രമല്ല, ഇന്ന് ഒരു ഫ്രണ്ടിനെ കാണലും കൂടിയുണ്ട്. എൻ്റെ ഒപ്പം ബി.എഡിനെ പഠിച്ചിരുന്ന അനില ഇപ്പോൾ അബുദാബിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അനിലയും അനിലയുടെ താഴെയുള്ള മോളുമാണ് വന്നേക്കുന്നത്. അപ്പോൾ അനിലയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ അനിലയുടെ വീട്ടിലാക്കിയിട്ട്, അബുദാബിയിലുള്ള വീട്ടിലാക്കിയിട്ട് ശ്രീകുമാർ അവിടെ നിന്ന് വർക്കിന് പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങളുമായിട്ട് തിരിച്ചു പോരാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് മോളും ഇന്ന് കൂടെയുണ്ട്. അല്ലെങ്കിൽ അബുദാബി പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ പോകാറ്, വർക്ക് റിലേറ്റഡ് ആയിട്ട് മാത്രം പോകുമ്പോൾ. ഇന്നിങ്ങനെ ഒരു ഫ്രണ്ട് വിസിറ്റും കൂടി ഉള്ളതുകൊണ്ട് അവരുടെ മോളെ എൻ്റെ മോളും അറിയും. അപ്പോൾ അതുകൊണ്ട് അവളും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലെത്തി, അവരുടെ വീട്ടിലെത്തി. അപ്പോൾ അനിലയുടെ ഹസ്ബൻഡ് ബാബുവും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവിടെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണുങ്ങളൊക്കെ അവരുടെ വർക്കിന് പോയി. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അടുത്ത് അൽവാദ മോൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് തന്നെയാണ് അൽവാദ മോള്. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അൽവാദ മോളിൽ പോയിക്കുന്നത്. അപ്പോൾ അൽവാദ മോളിൽ പോയി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രീകുമാർ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒരുമിച്ച് തിരിച്ചു പോകാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അൽവാദ മോളിലേക്ക് യാത്ര ചെയ്ത് അൽവാദ മോളിലെത്തി. അപ്പോൾ അൽവാദ മോളിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഇത്ര വലിയ മോളൊന്നും ആയിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മോളാണ്. ഫസ്റ്റ് ലെവലിൽ വലിയ ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ KFCയും പിസയും ഒക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ശ്രീകുമാർ വന്നു. അങ്ങനെ ശ്രീകുമാറിൻ്റെ കൂടെ ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് പോരാൻ വിചാരിച്ചു. ഒരു 3 മണി ഒക്കെ ആയി ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ. ഇനി അങ്ങോട്ട് ദുബായിൽ ട്രാഫിക്കാണ്. ദുബായിലെത്തുമ്പോഴത്തേക്കും ട്രാഫിക്ക് കിട്ടും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അൽവാദ മോളിനോട് ബൈ ബൈ പറഞ്ഞ്, അനിലയോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അബുദാബിയിൽ പോകുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒക്കെ പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ വരണ വഴിയിലാണ് അത് ദുബായിക്ക് പോരുന്ന വഴിയിലാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് സ്നാക്സ് ചായ ഒക്കെ മേടിച്ചിരുന്നു. എനിക്കും മോൾക്കൊന്നും വേണ്ടിയിരുന്നില്ല. എന്നാലും അവിടെ പോയി ഒരു സ്നാക്സ് വാങ്ങിക്കലൊരു ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത്ര ഫാസ്റ്റായിട്ടൊന്നും പോയില്ല ദുബായിക്ക്. അങ്ങനെ പതുക്കെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ദുബായിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എല്ലാ സമയത്തും ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണ്, നല്ല വെയിലാണ്. ഇത്തവണ ട്രാഫിക് ഒഴിവാക്കാനായിട്ട് ഓരോ സ്ഥലത്തെ കൂടെ വരുമ്പോൾ ക്രീക്ക് ഹാർബറിൽ കൂടെയാണ് വന്നത് ദുബായിലെത്തിയപ്പോൾ. അപ്പോൾ നല്ല വഴി, നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കാണാൻ നല്ല രസമുണ്ട്. ക്രീക്ക് ഹാർബറിൽ പണ്ട് പോയിട്ടുണ്ട് കാണാനായിട്ട്. ഇതിപ്പോൾ ആ റോട്ടിൽ കൂടെ വന്നേ ഉള്ളൂ. പക്ഷേ ആ റോഡ് തന്നെ നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ക്രീക്ക് ഹാർബർ കാണാൻ പോകുമ്പോൾ റോഡ് പണി നടക്കുമായിരുന്നു അവിടേക്കുള്ളത്. ഇപ്പോൾ ഒരു നല്ല രസമുള്ള ബ്രിഡ്ജും റോഡും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ ദുബായിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ട്രാഫിക്കൊന്നും ഇല്ലയെന്ന് വെച്ചാൽ ദുബായ് കൂടെയുള്ള യാത്ര ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ റോഡിലൊന്നും ട്രാഫിക് ഉണ്ടായിരുന്നില്ല. ട്രാഫിക് കിട്ടിയത് കുറച്ചുകൂടി എമിറേറ്റ്സ് റോഡിലേക്ക് കയറിയപ്പോഴാണ്. അത്രയും ദൂരം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രസമായിരുന്നു. നല്ല സന്ധ്യാസമയമായി. 5:30-6 മണിയോടെ അടുത്തു. പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പം ടെമ്പറേച്ചറും ഒക്കെ കാണിക്കാനാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഒന്നും കാണുന്നില്ല. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട് പുറത്ത്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വേറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.